Psalms 103 വായിക്കാം. Psalms 103. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവർത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയമുള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഭർഷിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല,
നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്കും മേൽ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ തന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതാക്കിയിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു. വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു. അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയില്ല. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ഇഷ്ടം പോലെ ചെയ്യുന്ന ശുശ്രൂഷരായി അവന്റെ സകല സൈനികളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പം എന്നോട് ഒരു 5 മിനിറ്റ് മുമ്പാണ് റോഹിച്ചൻ പറഞ്ഞത് ഒരു 3 to 5 minutes ഒരു മെസ്സേജ് കൊടുക്കണമെന്ന്. ഇരിക്കുന്ന എല്ലാവരും അത് ഇപ്പോൾ വളരെ പെട്ടെന്നുള്ള ഒരു മെസ്സേജാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് സങ്കീർത്തനങ്ങൾ 32 അതിൽ 8ാമത്തെ വാക്യം. വളരെ ചെറിയൊരു മെസ്സേജ് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവിടെ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പകർന്നു തരും. അത് ഇംഗ്ലീഷ് വേർഷൻ വളരെ ടച്ചിങ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഐ വിൽ ഇൻസ്ട്രക്ട് യു ആൻഡ് ടീച്ച് യു ഇൻ ദ വേ യു ഷുഡ് ഗോ. ഐ വിൽ കൺസോൾ യു വിത്ത് മൈ ഐ അപ്പോൺ യു. 2 കാര്യങ്ങൾ പറയുകയാണ് അവിടെ. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. അതിൽ നമ്മൾ ആ സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൽ മേളിൽ എഴുതിയിട്ടുണ്ട് ദാവീദിന്റെ ഒരു ധ്യാനം. അവിടെ ഒരു പ്രാർത്ഥനയാണ്. ദാവീദ് പ്രാർത്ഥിക്കുന്നത് എന്താണ്? ദാവീദിന്റെ കടന്നുപോയ സാഹചര്യം നമുക്കറിയാം. സ്വന്തം രാജ്യം നഷ്ടപ്പെട്ട്, സ്വന്തം കുടുംബം നഷ്ടപ്പെട്ട്, മക്കൾ നഷ്ടപ്പെട്ട്, ഒളിച്ചോടുക എന്ന് പറയാം. ഒളിച്ചോടിക്കൊണ്ട് ഒരു മരുഭൂമിയിലേക്ക്, ഗുഹകളിലേക്ക് താമസിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദാവീദ് തന്നെ ഒരു ശോധന ചെയ്യുകയാണ്. ഞാൻ എവിടെയാണ് ആയിരിക്കുന്നത്? ഞാൻ കടന്നുപോയ സാഹചര്യം എന്താണ്? എങ്ങനെയാണ് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടാണ് ദാവീദിന്റെ. ഒരു രാത്രിയിൽ യാമത്തിൽ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട്, സൈന്യങ്ങളില്ല, സൈന്യാധിപന്മാരില്ല, കുടുംബങ്ങളില്ല, ഒരു ഭൂമിയിൽ ഒരു ഗുഹയിൽ ഇരുന്നു കൊണ്ട് ധ്യാനിക്കുകയാണ്. നമുക്ക് സാധിക്കും അങ്ങനെ ഒരു ധ്യാനം ചെയ്യാൻ. നമുക്ക് അടുത്ത് പോകുന്ന ഒരു കഷ്ടത എന്ന് പറയുമ്പോൾ ഒരു രാജാവാണ്, ഒരു ദൈവം തെരഞ്ഞെടുത്തൊരു ജാതി. ആ ജാതിയെ നയിക്കാനായിട്ട് ദൈവം തന്നെ തൻ്റെ ചെറുപ്പകാലത്ത് ഒരു 14-15 വയസ്സുള്ള സാഹചര്യത്തിൽ തിരഞ്ഞെടുത്ത് വേർതിരിച്ചൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് ദാവീദ്. ആ ദാവീദ് കടന്നു പോവുകയാണ്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ്. നമ്മളെല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആ സാഹചര്യത്തിലൊക്കെ നമ്മൾ ഒരു പക്ഷേ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ ദാവീദ് ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. ദാവീദ് പറയുന്നുണ്ട്, അത് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഒരു വലിയ പ്രത്യാശയോട് കൂടിയാണ് ദാവീദ് പറയുന്നത്. എന്നാൽ അതിനു മുമ്പ് ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദാവീദ് താനായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് തിരിച്ചറിഞ്ഞു. എന്നിട്ട് അവൻ പറയുകയാണ്, 1-ാമത്തെ സങ്കീർത്തനത്തിൽ അവൻ പറയുകയാണ്, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദാവീദ് ഒരു കാര്യം നമ്മോട് പറയാൻ ശ്രമിക്കുകയാണ് ഈ സങ്കീർത്തനത്തിലൂടെ. ഇത് ധ്യാനിക്കുകയാണെങ്കിൽ കുറെ സമയം എടുക്കും. ഓരോ വാക്യങ്ങളിലും ദാവീദ് വളരെ ഹൃദയസ്പർശിയായി പറയുന്ന ഓരോ വാക്കുകളുണ്ട്. അതിൽ 2 വാക്യം മാത്രമാണ് ഞാൻ പറയുന്നത്. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ളവരുടെ ഒരു പ്രാർത്ഥനയാണ് ദാവീദ് പറയുന്നത്, കേൾക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുവാനുള്ള കാര്യം,
നമ്മുടെ ജീവിതത്തിൽ എവിടെയും തെറ്റുകളോ പാകപ്പിഴവുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസനെ നമ്മൾ ഏറ്റു പറയുമ്പോൾ ദാവീദ് പറയുകയാണ്, നാം അദ്ദേഹത്തിൻ്റെ ഏറ്റു പറയുന്ന സമയത്ത് ദൈവം കർത്താവ് നമുക്ക് വഴിയെ കാണിച്ചു തരില്ല. നാം ഏത് വഴിക്കാണോ പോകേണ്ടത് അത് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യും. പക്ഷെ ആ വാക്ക് കേൾക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിന് ഒരു നിഷ്കളങ്കമായ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു പാപഭാവത്തിൽ ഒരു വിടുതൽ ഉണ്ടാകുന്നത് മാത്രമേ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദാവീദിന്റെ ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ പരാജയം ദാവീദ് തിരിച്ചറിയുന്നുണ്ട്. ആ പരാജയം തിരിച്ചറിഞ്ഞ ദാവീദ് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏകാന്തതയുടെ ഒരു അനുഭവത്തിലേക്ക് വരും. ഒരു ഗുഹയിൽ നാം ഒറ്റയ്ക്കിരിക്കേണ്ട ഒരു അവസ്ഥ വരും. ആ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ദൈവവചനം നമ്മോട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റു പറയുന്ന മാത്രമേ. ദാവീദ് പറയുന്നു, നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ, ചെവിയോർത്ത് കേൾക്കുവാൻ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനായ ദാവീദ് പിന്നീട് സങ്കീർത്തനത്തിൽ പറയുന്നത്, യഹോവേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അരുളണമേ, ഞാൻ വിളിക്കുമ്പോൾ ചെവി ചായച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമെന്ന് ദാവീദ് പറയാനുള്ള കാരണം തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റുപറഞ്ഞ പാപങ്ങൾ ഇപ്പോൾ ക്ഷമിച്ചു എന്ന ബോധ്യത്തോടുകൂടെ ദാവീദ് പറയുന്ന സങ്കീർത്തനമാണ്. പറഞ്ഞു, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പകർന്നു തരും. ഒരു രാജാവ് പറയുകയാണ്, രാജാവ് പറയുന്നു തൻ്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പകർന്നു തരും. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ജോയൽ ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് വന്ന ഒരു സാഹചര്യത്തോടനുബന്ധിച്ചാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ഈ ദൈവവചനം ഒരു പക്ഷേ ഭാഗ്യകരം എന്ന് പറയുന്നത് നമ്മൾ വേദപുസ്തകം നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന വാക്യങ്ങളൊന്നും ഒരു പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല. ഇതൊക്കെ ദൈവത്തിന്റെ പ്ലാനിലുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന് ഞാൻ ചിന്തിക്കുന്നു, ഇത് ജോയലിനെ നൽകുന്ന ഒരു സന്ദേശമായി ഒരുപക്ഷെ നമുക്ക് ഞാൻ പറയുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പറയുന്നു, നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പകർന്നു തരും. ഈ അമേരിക്കയിലെ പ്രദേശത്തേക്ക് വരുമ്പോൾ നമ്മെ ആകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലൊന്നും നാം മയങ്ങി പോകാതെ കുടുംബ ജീവിതത്തിന്റെ ശക്തമായ കുടുംബജീവിതം നയിക്കുമ്പോൾ ദൈവജൻ നമ്മോട് പറയുന്നു, നിനക്ക് ആലോചന പകർന്നു തരുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് സ്വർഗം തുറന്നു തരുന്നു. നിന്റെ പ്രാർത്ഥന കേൾക്കുന്നു, നിന്റെ അപേക്ഷ കേൾക്കുന്നു. ഒരു കുടുംബ ജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം നയിക്കുവാൻ ദൈവസ്ഥാനത്തിൽ നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ, നിങ്ങൾ കുടുംബമായിട്ട് സമർപ്പിക്കുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും കുടുംബസമിതിയിൽ അനുദിനം മുൻകാൽ മടക്കി ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഏകാന്തതയിൽ നിങ്ങളുടെ റൂമുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ എവിടെയാണോ നിങ്ങൾ കാൽമുട്ട് മടക്കി ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തിൽ നമ്മോട് പറയുന്നു, ദാവീദിനോട് പറഞ്ഞതുപോലെ ഏത് പ്രതിസന്ധികൾ കടന്നു പോകുമ്പോഴും നിനക്ക് ഉത്തരമരുളുവാൻ, നിനക്ക് വഴി ഉപദേശിച്ചു തരുവാൻ, ഹി വിൽ ഇൻസ്ട്രക്ട് യു where do you need to go, where should you go എന്നുള്ളതാണ് പറയുന്നത്. നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് സ്വർഗസ്ഥനായ ദൈവം കാണിച്ചു തരുമെന്ന് ദാവീദിനോട് പറഞ്ഞതുപോലെ പ്രിയ ജോയല് ജെറിമിഷാൽ ദൈവവചനം നിങ്ങളോട് പറയുന്നു. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന അവസരത്തിൽ ദൈവം നിങ്ങൾക്ക് നടക്കേണ്ടുന്ന ഹി വിൽ ഇൻസ്ട്രക്ട് യു where should you go. അതുകൊണ്ട് ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊടുത്ത് നയിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് ആശംസിക്കുകയും ദൈവം നിങ്ങളെല്ലാവിധ നന്മകളാലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ അവസരത്തിൽ ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയും ചെയ്യും. എന്നെ കേട്ട് വചനത്തിനായ ജീവിതത്തിനെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായി പിന്നെ വളരെ ഷോർട്ട് നോട്ടീസോടുകൂടെ വചനം സംസാരിച്ച് ഭാഗങ്ങൾ പ്രത്യേകം നന്ദി. നമ്മൾ കേട്ട് വചനത്തിന് അത് ദൈവം നമ്മൾ എല്ലാവരെ പറ്റി ഒരു പ്രത്യേക ഒരു ഉദ്ദേശമുണ്ട്, ഒരു പ്ലാൻ, ഒരു പർപ്പസ് ഉണ്ട്. അത് ദൈവത്തിൻ്റെ ഹീതം ആശ്രയിക്കുന്ന മക്കളാണ് ദൈവത്തിൻ്റെ കൂടുതൽ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത് വലിയൊരു ദൈവയുടെ അനുഗ്രഹമാണ് ജോലിയിൽ വരാൻ സാധിക്കുന്നത്. നിഷേധ ജോലി ഒരുമിച്ച് ഇവിടെയുള്ള ജീവിതം ഒരുമിച്ച് തുടങ്ങാൻ സാധിക്കുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പിതാക്കന്മാർ അനുഗ്രഹിച്ചതുപോലെ എബ്രഹാം, ഇസാക്ക്, യാക്കോബിൻ്റെ അവരുടെ കുടുംബങ്ങൾ അവരെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിച്ചതുപോലെ നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ നിങ്ങൾ കൃത്യമായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം അവരെ 2 വർഷം മുമ്പ് വിവാഹ ശുശ്രൂഷൻ്റെ ഇടയ്ക്ക് ദൈവം അവരെ കൂട്ടിച്ചേർത്ത് അവർ 2 ശ്രീകളല്ല ഒരു ശ്രീകൾ അത്രേ ഇനി അവർ ഫേസ് ചെയ്യാൻ ബാബ പറഞ്ഞ പോലെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ, ഭാരങ്ങൾ, ചില സമയം നമ്മൾ തെറ്റുകൾ വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം ദൈവത്തിൻ്റെ തിരിച്ചുകൾ താഴ്മയോടെ കൂടെ നമ്മൾ സകല കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം നമ്മളെ ക്ഷമിക്കണം. മാത്രമല്ല രോഗങ്ങൾ വരുമ്പോൾ സൗഖ്യം തരും, പ്രയാസങ്ങൾ വരുമ്പോൾ അതിനപ്പുറമായിട്ട് പ്രവേശിക്കാൻ ദൈവം അതിൻ്റെ ആവശ്യമുള്ള ശക്തി ബലം തരും. അതിനെ നമ്മൾ ദൈവത്തോട് പ്രത്യേകമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൃത്യമായി പ്രാർത്ഥിക്കാം. അവർ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ഗീതം ചെയ്യുവാൻ
നമ്മുടെ ദൈവത്തോട് യാചിക്കാം. പിന്നെ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നാട്ടിൽ സെമിനാറിൽ പഠിക്കുന്ന ജോബിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബിജുവച്ചിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകമായി ഡിസംബർ മാസം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകമായി കഴിഞ്ഞ സമയത്ത് ഒമനാൻറ്റി ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ദാസിൻ്റെ കൂടണി ഉണ്ടായിരുന്നു. നമുക്ക് ദൈവത്തോടെ സ്തോത്രം ചെയ്യാം. പാപ്പന് ചെറിയ സിക്കാരന് എന്നിട്ട് സൗഖ്യം തന്നു. അങ്ങനെ പല വിധത്തിൽ ദൈവം നമ്മൾ വഴിനടത്തുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി പറയുന്ന ഒരു കടമയും നമുക്കുണ്ട്. അതിന് ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ഏതൊരു ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നിത്യനാജീവിയെ സ്വർഗപിതാവേ, ഈ മനോഹരമായ സന്ധ്യാസമത്തിനിറങ്ങിയെ ശ്രമിക്കുന്നു. സുഖകരമായ ലോകത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് ഒരു ദിവസം കൂടെ കാണുവാൻ തക്കോണം നിന്റെ സന്നിധി കർത്താവ് അടുത്ത് വരുവാൻ തക്കോണം ഞങ്ങളുടെ കണ്ണുകൾ സഹായം വരുന്ന പദത്തിലേക്ക് ഉയർത്തുവാൻ തക്കോണം നീ അവിടുന്ന് ഒരുക്കി തന്ന ഈ വലിയ സാവകാശത്തിനിറങ്ങിയെ ശ്രമിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും ഞങ്ങളുടെ ആയുസിൻ്റെ ഓരോ സന്ദർഭങ്ങളും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ മഹത്വത്തെ കൈയേറ്റിക്കൊണ്ട് അതിനു വേണ്ടി ജീവിപ്പാൻ തക്കണം ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കൂടി വന്ന സാഹചര്യം അങ്ങാടിയുന്നത് കർത്താവേ, കഴിഞ്ഞ 2 വർഷമായിട്ട് വിവാഹത്തിന് ശേഷം കർത്താവേ എൻ്റെ മകനെ ജോലി കർത്താവേ ഇവിടെ കണ്ടുവരുവാൻ തക്കണം നീ ഒന്ന് സാഹചര്യം ഒരുക്കി നിൻ്റെ കരുണ എത്ര വിലയേറിയതാണ് കർത്താവേ. മനുഷ്യൻ നിലക്കുന്നതിനും ചിന്തിക്കുന്ന കത്തിൻ്റെ പരമായിട്ട് നടത്തുവാൻ കഴിയുള്ള ദൈവസന്നിധി കർത്താവെ ആശ്രയിച്ചുകൊണ്ട് തുടർന്നുള്ള ജീവിതം മുൻപോട്ട് നയിപ്പാൻ തക്കണം അവരെ കൊണ്ടുള്ള ജീവിതം അനുഗ്രഹകരമായി തീരുവാൻ തക്കണം നീ ഒന്ന് സഹായിക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ. വചനത്തെ പോലെ കർത്താവെ ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ അതിനൊക്കെ അപ്പുറമായിട്ട് ദൈവത്തിലുള്ള വലിയ ആശ്രയത്തിൽ കർത്താവെ മുൻപോട്ട് ജീവിപ്പാൻ തക്കണം നമ്മുടെ കൃപ എൻ്റെ മക്കൾ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവെ. പ്രശ്നങ്ങൾ നിറഞ്ഞ സങ്കീർണം നിറഞ്ഞ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ എൻ്റെ കൃപ കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുന്നത് കർത്താവെ. അതുപോലെ കർത്താവ് ഞങ്ങളെ എല്ലാവരെയും പേരുവരായിട്ട് കരങ്ങൾ കയറിയിട്ട് പ്രാർത്ഥിക്കുക കർത്താവെ. കൃത്യമായിട്ട് വിവാഹ നിശ്ചയം കർത്താവെ നടത്തിയിരിക്കുന്ന കർത്താവെ ഐശ്വര്യോട്ട് പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്നേഹയോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ഐശ്വര്യോട്ട് പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യയുടെ കർത്താവെ ഒരുക്കപ്പെട്ടിരിക്കുന്ന മകനയോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും എൻ്റെ കരങ്ങൾ കയറ്റിക്കുന്നു കർത്താവ്. എല്ലാ കാര്യങ്ങളും ഭംഗിയായും ചന്തമായും നിറവേറപ്പെടുവാൻ തക്കണം ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവെ നിവർന്ന് സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞാൻ എല്ലാവരെയും പരിചയം എൻ്റെ കരങ്ങൾ കയറ്റിക്കുന്ന കർത്താവെ. നിന്റെ കരുണ നിന്റെ കർത്താവിൻ്റെ കൃപ എത്ര വിലയേറിയാകുന്ന കർത്താവെ. മനുഷ്യ ചിന്തകൾക്ക് അപ്പുറമായിട്ട് പ്രവർത്തിപ്പാൻ തക്കണം കർത്താവ്. ഞങ്ങളുടെ കർത്താവെ നിന്റെ കരങ്ങളിൽ എടുത്ത് താലോലിപ്പാൻ തക്കണം നിവർന്ന് നല്ല ഒരു വിശേഷന്മായിട്ടുള്ള രാജ്യങ്ങളെ കർത്താവെ. ഞങ്ങൾ പരിപൂർണ്ണമായിട്ട് നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കുശവന്റെ കയ്യിലേക്ക് അടിമണ്ണ് എത്രയാ രൂപാന്തരപ്പെടുന്നുവോ അപ്പോഴാ രൂപാന്തരപ്പെടുവാൻ തൊട്ടുള്ള കർത്താവെ. ഞങ്ങളുടെ ഉള്ളങ്കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് അങ്ങേക്ക് ജനന്യായത്തിനുണ്ടായിട്ട് ഞങ്ങളൊന്ന് എടുത്തുപയോഗിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കർത്താവെ നിന്റെ ഇടയിലായിരിക്കുന്ന മക്കളൊക്കെയും പെരുവിലായിട്ട് കുടുംബങ്ങളായിട്ട് ചോട്ട് പ്രാർത്ഥിക്കുന്നു. യോച്ചനെ കൊണ്ട് ചോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിജയത്തിനെ കൊണ്ട് ചോട്ട് പ്രാർത്ഥിക്കുന്നു. കൃത്യമായിട്ട് ചോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവിക വേലയിൽ മുതിർന്ന് ഒരുപാട് കൊണ്ടു അല്ലെങ്കിൽ ദൈവത്തിലേക്ക് നയിപ്പാൻ തക്കണം കർത്താവെ. അവരെ നേതൃത്വം പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ട് ഇവിടെ കഴിഞ്ഞ എല്ലാവരെയും കുടുംബങ്ങളായിട്ട് വീട്ടിനായിട്ട് ചോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിങ്ങളുടെ കടന്നതിലൂടെ ഈ ദേശമെങ്കിലേക്ക് വാങ്ങണം ഈ സമൂഹമെങ്കിലേക്ക് വാങ്ങണം വ്യക്തി ചെയ്ത് രൂപാന്തരപ്പെട്ട് വാങ്ങണം അവിടുന്ന് സഹായിക്കാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളെ ലക്ഷ്യങ്ങളുണ്ട് കർത്താവെ. രോഗികളുണ്ട് എന്നാൽ കർത്താവ് രോഗികൾ നല്ല കർത്താവെ. നീ അവിടുന്ന് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കാണുകയും പ്രവർത്തിക്കുകയും കർത്താവെ. ഒരിക്കലും കൂടെ എല്ലാവരെയും നല്ല കടകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പഠിക്കുന്ന മക്കളുടെ കർത്താവെ അവർക്ക് ഏൽപ്പിക്കുന്നു. ഈ തലമുറയോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായി തീരുവാൻ ദേശം കർത്താവെ. നിർദോഷികളായി ജീവിപ്പാൻ തക്കണം ദൈവത്തിൻ്റെ സ്നേഹത്തെ ചേർന്ന് ജീവിപ്പാൻ തക്കണം അവൻ സഹായിക്കാൻ പ്രാർത്ഥിക്കർത്താവെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ട് കർത്താവെ ദേശത്തിൻ്റെ ദേശങ്ങൾ എല്ലാവരെയും പെരുവിലായിട്ട് കുടുംബമായിട്ട് കൊണ്ട് പ്രാർത്ഥിക്കർത്താവെ. അവരായിരിക്കുന്നവരുടെയൊക്കെയും നിന്റെ കൃപ നിന്റെ കരുണ നിന്റെ കരുതൽ അവരുടെ പകരങ്ങൾ പ്രാർത്ഥിക്കർത്താവെ. ഇന്ന് രാത്രികാലം ഞങ്ങളെല്ലാവരും കുടികൾ എല്ലാവരെയും ഒരിക്കലും കടന്നിൽ കയറിപ്പിച്ചോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്നലെ സമാധാനം കർത്താവിൻ്റെ കരുണ ഞങ്ങളിൽ ധാരാളമായി പലരുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് പലകാലം ഞങ്ങൾ കാത്തൊരു വായിച്ചല്ലോ കർത്താവ്. ഞങ്ങളുടെ പ്രവൃത്തിയിലെ
നിന്റെ സാന്നിധ്യം പന്ത്രണ്ട് അടിയാക്കി കർത്താവേ, ഇന്ന് പൽക്കാലം ഞങ്ങളുടെ വാക്കിലെ പ്രവൃത്തിയിലെ ചിന്തയിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും പലപ്പോഴുമായി ഏറ്റുവരുന്ന കർത്താവേ, നിങ്ങൾ പാപക്ഷയം പ്രാപിച്ചതിനായിട്ട് കർത്താവിനെ കടക്കിലേക്ക് പോകാൻ തൊക്കണം, ദൈവമാരുടെ ബന്ധത്തിൽ പാകക്കണം, അത് സഹായിക്കാൻ കർത്താവെ മുന്നേ അത് രാജ്യവും നീതി അന്വേഷിക്കും. അതുകൊണ്ട് സഭയിൽ വരുന്ന കർത്താവ് സന്നിധിയിൽ ഞങ്ങൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ, ഒരിക്കലും കൂടെ നിന്റെ കണ്ണുകൾ വ്യാപിക്കുന്ന കർത്താവെ, രാത്രികാലം ഞങ്ങൾ കിടക്കാൻ പാലൊക്കെ പോകുന്നു കർത്താവ് സ്വഭാവത്തിൽ മാറ്റി കാഴ്ച കർത്താവെ, നിന്റെ വല്ലാതിരുത്തന്നെ ചോദിച്ചത് മാറ്റാതെ നടത്താനേ യേശു മുളണ്ടാക്കി കരുതുമാറാകണമേ. Thy name, thy kingdom come, thy will be done on earth as in heaven. Give us our daily bread, and forgive our trespasses, as we forgive those who trespass against us. Lead us not into temptation, but deliver us from evil. Thine is the kingdom, the power, and the glory, forever. Amen. ഇതൊക്കെ ശുദ്ധന്മാന്ത്രിയ ദൈവത്തിൻ്റെ സ്നേഹം സഹവാസവും നാം ഓർത്തുകാച്ച എല്ലാ കാര്യങ്ങളിലും ഇന്നും എന്നും എന്നേക്കും ഉണ്ടായിട്ടുമാറാകട്ടെ. വാത്സല്യ ഭവനത്തിൽ കൂടി വരുവാൻ ദൈവം തമ്പുരാൻ ഒരുക്കി തന്ന വലിയ സഹവാസനായ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നിൻ്റെ മകനെ സുരക്ഷിതമായ ദൈവം നമ്മുടെ ഭവനത്തിൽ എത്തിച്ചു. കഴിഞ്ഞ 1.5 വർഷക്കാലം അവൻ്റെ പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം ദൈവം തമ്പുരാൻ്റെ കൃപയും സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചു. അതിനായിട്ടെല്ലാം നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് തന്നിരിക്കുന്ന ഈ കൂട്ടായ്മയ്ക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ജോയലിനെ എല്ലാവരെയും നമ്മുടെ എല്ലാവരുടെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ ഫാമിലി. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കൃപ നിറഞ്ഞ ഞങ്ങളുടെ സർവ്വസുഖിതാം ദൈവമേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നിരിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഈ പകല് ഞങ്ങളുടെ യാത്രകളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദിവസം വയ്ക്കുന്ന അപ്പച്ച എൻ്റെ മക്കളെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ചായിട്ട് ദൈവത്തിൻ്റെ ചിറകൻകീഴിൽ എല്ലാവരും അവിടുന്ന് കാത്തു പരിപാലിച്ചുകൊണ്ട് മാറണമേ. പ്രത്യേകിച്ച് ജോയലിനെ ഇന്ത്യയുടെ പ്രദേശത്ത് നിന്ന് ദൈവമേ ഇവിടെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. എൻ്റെ മകൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കൂടെ ഇരുന്ന കൃപയ്ക്കായി സ്തോത്രം. അവരുടെ കുടുംബജീവിതത്തിനായി സ്തോത്രം. മിഷലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരൊരു പുതിയൊരു ജീവിതം ഒരുമിച്ച് ഇന്ന് മുതൽ തുടങ്ങുകയാണല്ലോ. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവം ധാരാളമായ അനുഗ്രഹങ്ങൾ കൊടുക്കണമേ. സുശീലങ്ങളിലെയും കുടുംബത്തെ ദർശനം വയ്ക്കുന്നു. അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ, നിൻ്റെ മകന് ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി എന്ന് എല്ലാവരും സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം നിൻ്റെ മകനിൽ കൂടെ ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. റോയിച്ചനെയും കുടുംബത്തെയും ദർശനം വയ്ക്കുന്നു. ചെറിയാനങ്ങളുടെയും കുടുംബത്തെയും ദർശനം വയ്ക്കുന്നു. മിരിച്ചാനെയും കുടുംബത്തെയും ബാബുച്ചാനെയും കുടുംബത്തെ എല്ലാവരും ദർശനം വയ്ക്കുന്നു. ദൈവം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഞങ്ങളുടെ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതിന് തന്നിരിക്കുന്ന എല്ലാ മുഖാന്തരങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ദൈവമേ, തിന്ന് തൃപ്തരായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കിയായിട്ട് ദൈവമേ, ഞങ്ങൾ കുറച്ച് സമയം കൂടെ ഈ ഭവനത്തിൽ ആയിരിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിച്ചായിട്ട് എല്ലാവരും അവിടുന്ന് ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന ഉത്തരം അറിയണമേ. സ്തോത്രം യേശുവേ, സ്തോത്രം യേശുവേ.